ഭദ്രേ. അവൻ്റെ ശബ്ദം നന്നായി വിറച്ചിരുന്നു. അവൾ അവൻ്റെ ശബ്ദത്തിലും മുഖത്തടിക്കുന്ന അവൻ്റെ ശ്വാസം അവളെ തളർത്തി. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കിക്കോട്ടെ. അവളുടെ ചെവിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു. അവൾ പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ബാൽക്കണിയിലേക്ക് പോയി. അവളുടെ ഓട്ടം കണ്ട് അവന് ചിരി വന്നു. അവൻ അവളുടെ പിന്നാലെ ബാൽക്കണിയിലേക്ക് നടന്നു. അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എങ്കിലും അവളുടെ കൈ വെപ്രാളത്തോടെ അവളുടെ സാരിയിൽ പിടിമുറുക്കിയിരിക്കുന്നുണ്ട്. അവൻ അവളുടെ അടുത്തേക്ക് നടന്ന് അവളുടെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച് അവളെ നെഞ്ചിലേക്ക് ചേർത്തു. അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. അവളുടെ മാറിടങ്ങൾ ഉയർന്നു പൊങ്ങി. നെറ്റിയിൽ നിന്നും വിയർപ്പ് പൊടിഞ്ഞു. അവൻ അവളുടെ മുടി പിന്നിൽ നിന്നും വകഞ്ഞു മാറ്റി മുന്നിലേക്കിട്ടുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ ചുണ്ട് ചേർത്ത് നുണഞ്ഞെടുത്തു. ശ്രീ അവനിൽ നിന്നും പിടഞ്ഞു മാറി. അവളിൽ നിന്നും ഒരു സീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. അതവന് വീണ്ടും കേൾക്കാൻ തോന്നി. അവൻ അവളുടെ പിൻകഴുത്തിൽ കടിച്ചു നുണഞ്ഞു. പിന്നെ നാവുകൊണ്ട് അവിടെയെല്ലാം നുണഞ്ഞെടുത്തു. അവൾ കണ്ണുകൾ അടച്ച് പെട്ടെന്ന് കണ്ണുകൾ തുറന്നതും അവളുടെ കണ്ണുകൾ ചുമന്നിരുന്നു. അവൾ തിരിഞ്ഞ് അവനെ പുണർന്നു. അവൻ്റെ നെഞ്ചിൽ അവളുടെ ചുണ്ട് പതിഞ്ഞു. അവിടെ നിന്നും അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിൽ കാണുന്ന മുഴയിൽ എത്തി. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവനെ കഴുത്തിൽ മുഴയിൽ കടിച്ചുകൊണ്ട് നുണഞ്ഞെടുത്തു. അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പോയതുപോലെ തോന്നി. അവൻ്റെ ഒരു കൈ അവളുടെ തലമുടിയിലും മറ്റേ കൈ അവളുടെ അരയിലും ചുറ്റിപ്പിടിച്ചു. അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ കണ്ണ് കൂമ്പിയടഞ്ഞു. അവൾ കിതച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ നിന്നും അവളുടെ ചുണ്ടുകൾ മാറ്റി. അവൻ്റെ കഴുത്ത് ചുമന്നു വന്നു. അവൾ അവനെ പ്രണയത്തോടെ നോക്കി. അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി. അവൻ്റെ കണ്ണ് ചുമന്നിരുന്നു. മുഖത്ത് പ്രണയവും വേറെന്തോ പേരറിയാത്ത ഭാവവും അവൾ കണ്ടു. അവൻ അവളുടെ മുടിയിലെ കൈമുറുക്കി അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് അവളുടെ അതരങ്ങളെ കവർന്നു. വന്യമായുള്ള അവൻ്റെ ചുംബനമായിരുന്നു. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് തന്നോട് ചേർത്തു നിർത്തി. അവളും അവൻ്റെ അതരങ്ങളെ വന്യമായി ചുംബിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേർക്കും ശ്വാസം കിട്ടാതെ വന്നതും അവർ രണ്ടുപേരും കിതച്ചുകൊണ്ട് വിട്ടുമാറിയ നിമിഷം തന്നെ അവർ പിന്നെയും ചുംബിച്ചു. അവൻ അവളെ എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറി ബെഡിൽ കിടത്തി കൂടെ അവനും. ഭദ്ര, പറ, നിന്നെ ഞാൻ സ്വന്തമാക്കട്ടെ. എൻ്റെ പ്രണയം മുഴുവനായും ഞാൻ നിനക്ക് പകുത്തു തരട്ടെ ഭദ്രേ. അതിനവൾ നാണം കൊണ്ട് ചിരിച്ചു. അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. തൻ്റെ സമ്മതമറിയിച്ച് പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി. അവിടെ പ്രണയവും കാമവും നിറഞ്ഞു നിന്നു. അവൻ അവളുടെ കഴുത്തിൽ മുഖമർത്തി അവിടെ ചുംബിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കൈ അവളുടെ ആഴമുള്ള പുക്കിൽ ചുഴിയിൽ അമർന്നു. അവൾ പിടഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങി. ഇച്ഛായ. അവളുടെ വിളിയിൽ അവൻ്റെ കൈ അവളുടെ അരയിലുള്ള അരഞ്ഞാണത്തിൽ മുറുക്കി. അത് അവളിൽ നിന്നും പൊട്ടിയാർന്നു ബെഡിലേക്ക് വീണു. അവൻ അവളുടെ അതരങ്ങൾ കവർന്ന് അവളുടെ കൈ അവൻ്റെ മുതുകിൽ അമർന്നു. അവൻ അവളുടെ അതരങ്ങളിൽ നിന്നും അവളുടെ ആലില വയറിൽ മുഖം പൂഴ്ത്തി മറുകിൽ ചുംബിച്ചു. അവൾ ബെഡിൽ നിന്നും പിടഞ്ഞു പൊന്തി. അവൻ അവളുടെ അരയിൽ പിടച്ചുകൊണ്ട് അവൻ്റെ അതരങ്ങൾ അവിടെ അലഞ്ഞു നടന്നു. അവളിൽ നിന്നും സീൽക്കാരങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് അവനെ അവളിലേക്ക് ഒരു പുഴ പോലെ ഒഴുകാൻ പ്രേരിപ്പിച്ചു. രണ്ടുപേരിൽ നിന്നും വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു. അവൻ്റെ കണ്ണുകളും കൈകളും അവളുടെ ഓരോ അണുവിലും ഒഴുകി നടന്നു. അതനുസരിച്ച് അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു. പരസ്പരം നാഗങ്ങളെ പോലെ ഇണചേരൽ മത്സരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവളുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. ശ്രീദേവിയെ തൻ്റെ ശരീരത്തിലേക്ക് പിടിച്ചമർത്തി അവൻ്റെ ചെവിയുടെ താഴെ കടിച്ചുകൊണ്ട് നുണഞ്ഞു. അവളുടെ പ്രവൃത്തിയിൽ അവളെ അമർത്തി പിടിച്ചുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ഇരുവരുടെയും വിയർപ്പ് ചാലുകൾ ഒന്നായി ഒഴുകി ഒടുവിൽ ഒരു പേമാരിയായി അവൻ അവളിൽ പെയ്തു. സീമന്തരേഖയിൽ സ്നേഹചുംബനം നൽകി ഇരുവരും ഉറക്കത്തെ പുൽകി. അവരുടെ രണ്ടുപേരുടെയും വിവാഹ ഫോട്ടോയിൽ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇല്ല ശ്രീഭദ്ര, നിന്നെ ഒരിക്കലും അവൻ്റെ ഒപ്പം ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ കണ്ണുകൾ ഡേവിയുടെ ഫോട്ടോയിൽ പതിഞ്ഞപ്പോൾ അതിൽ പ്രണയം തുളുമ്പി. എന്തിനാ ഡേവി നീ അവളെ സ്നേഹിക്കുന്നത്? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ. എന്തുകൊണ്ട് നീ എൻ്റെ സ്നേഹം കണ്ടില്ല? അവൾ ഭ്രാന്തിയെ പോലെ മുടിയിൽ വലിച്ചുകൊണ്ട് പുലമ്പി.
പെട്ടെന്ന് അവൾ എണീറ്റുകൊണ്ട് തൻ്റെ ബാഗിൽ നിന്നും ഒരു സിറിഞ്ചെടുത്ത് അതിലെന്തോ മരുന്ന് നിറച്ച് അവളുടെ കയ്യിലേക്ക് കുത്തിയിറക്കി. മരുന്ന് അവളുടെ ശരീരത്തിലേക്ക് കയറുന്നതിനനുസരിച്ച് അവൾ ഏതോ ഒരു സ്വപ്നലോകത്ത് പോലെ ദേവിയുടെ പേര് വിളിച്ചുകൊണ്ടിരുന്നു. സുമ ഒരു ഫോട്ടോ എടുത്ത് അതിൽ നോക്കി കണ്ണ് നിറയ്ക്കുന്നുണ്ട്. നീ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്നത് നീയായിരുന്നു എന്ന് പറഞ്ഞ് സുമ ഫോട്ടോ നെഞ്ചിൽ പിടിച്ച് കരഞ്ഞു. രാമൻ മുറിയിൽ വരുമ്പോൾ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് കരയുന്ന സുമയെ കണ്ട് രാമൻ്റെ കണ്ണുകളും നിറഞ്ഞു. രാമൻ സുമയുടെ തോളിൽ കൈവച്ച് സുമ തിരിഞ്ഞുകൊണ്ട് രാമൻ്റെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞു. ഏട്ടാ, അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു അല്ലേ? അവനായിരുന്നില്ലേ ദേവിയെ ശ്രീമോളെ കൊണ്ട് കെട്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നത്? പക്ഷേ അത് കാണാൻ അവനില്ല എന്ന് പറഞ്ഞ് സുമ കരഞ്ഞുകൊണ്ടിരുന്നു. രാമൻ്റെ കണ്ണുകളും നിറഞ്ഞു. അവൻ്റെ മുന്നിൽ കള്ളച്ചിരി കാട്ടി നിൽക്കുന്ന കണ്ണുകളുള്ള ഒരു മുഖം മനസ്സിലേക്ക് വന്നു. ദിവസങ്ങൾ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ശ്രീകുട്ടി എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി. എല്ലാവരും ലിയയോട് ശ്രീകുട്ടിയെ പഠിക്കാൻ പറയാൻ തുടങ്ങി. ഇപ്പോഴും ശ്രീ ഓഫീസിൽ ദേവിയുടെ പിയെ തന്നെയാണ്. അല്ലു പുൽക്കാട്ടിൽ വന്ന് താമസം തുടങ്ങി. അത് ലിയയ്ക്കൊരാശ്വാസമായിരുന്നു. അല്ലു ശ്രീയുടെ അടുത്ത് അധികമൊന്നും സംസാരിക്കാൻ നിൽക്കാറില്ല. പക്ഷേ ഡെവിയോട് നല്ല രീതിയിൽ സംസാരിക്കും. ഡേവിഡിൻ്റെ ഒപ്പം ഓഫീസിലും വന്ന് നിൽക്കും. ലിയ അപ്പുവിൽ നിന്നും അകന്നു. അവൾ ഏതു നേരവും അല്ലുവിൻ്റെ കൂടെയായി. അത് കണ്ട് അപ്പുവിന് ദേഷ്യവും വന്നു. ഒരു ദിവസം കാശി കൊടുത്ത ഫയൽ ലിയ നോക്കാതെ അല്ലുവിനോട് സംസാരിച്ചിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് വന്ന കാശി ലിയയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ശ്രീകുട്ടിയെ പോലെ ജോലി ചെയ്യാൻ പറഞ്ഞു. അതുകൂടി കേട്ടതും ലിയയുടെ ഉള്ളിൽ ശ്രീയോട് പക തോന്നി. അവൾ അത് അല്ലുവിനോട് പറഞ്ഞു. അല്ലു ശ്രീകുട്ടിയോട് ലിയയ്ക്കുള്ള ദേഷ്യം കൂടുതൽ പറഞ്ഞു വലുതാക്കി. പിന്നെ തനിക്ക് ഡെവിയോടുള്ള പ്രണയവും ലിയയോട് പറഞ്ഞു. വൈകുന്നേരം അല്ലു ലിയയെയും കൊണ്ട് ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി. ഒരു കോഫി ഷോപ്പിൽ പോയി അവിടെ അവരെ കാത്ത് 2 പേരുണ്ടായിരുന്നു. അവരവിടേക്ക് ചെന്ന് അവരുടെ അടുത്ത് ഇവരിരുന്നു. അല്ലു അവരെ കെട്ടിപ്പിടിക്കുന്നതുമെല്ലാം ലിയ നോക്കി. അവൾക്ക് അവരെ മനസ്സിലായില്ല. അല്ലു അവൾക്ക് അവരെ പരിചയപ്പെടുത്തി. ലിയ, ഇത് ശ്രീലക്ഷ്മി. ഇത് അവളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, വിഷ്ണു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കുറച്ച് ദിവസം. പിന്നെ നമ്മുടെ ശ്രീഭദ്രയുടെ ചേച്ചി കൂടിയാണ് ലച്ചു. അത് കേട്ടതും ലിയക്ക് ദേഷ്യം വന്നു. അവൾ ലച്ചുവിൻ്റെ അടുത്ത് പോയി അവളെ കഴുത്തിൽ പിടിച്ചു. എല്ലാവരും ആദ്യമൊന്ന് പകച്ചു. അല്ലു വേഗം ലിയയുടെ കൈ ലച്ചുവിൻ്റെ കഴുത്തിൽ നിന്നും വേർപ്പെടുത്തി. മോളെ, നീ എന്താ ചെയ്തത്? എന്നെ വിടല്ലു. അവളെ അവിടെ നിന്നും പറഞ്ഞയച്ചത് കൊണ്ടല്ലേ ശ്രീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞവൾ പിന്നെയും ലച്ചുവിൻ്റെ അടുത്തേക്ക് പോവാൻ നിന്നതും അല്ലു അവളെ പിടിച്ചു വെച്ചു. നീ ഒന്ന് അടങ്ങില്ല, അതിനെപ്പറ്റി പറയാനാണ് അവർ നമ്മളെ കാണാൻ വന്നിരിക്കുന്നത്. അത് കേട്ടതും ലിയ അല്ലുവിൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ മിണ്ടാതെ തൻ്റെ സീറ്റിലിരുന്നു. അത് കണ്ടതും അല്ലു ചിരിച്ചുകൊണ്ട് ലച്ചുവിനെ നോക്കി കണ്ണു കാണിച്ചു. ലച്ചു തലകുലുക്കിക്കൊണ്ട് ലിയയുടെ അടുത്തേക്ക് നീങ്ങി. എനിക്ക് മനസ്സിലാവും ലിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഞാനും അത് അനുഭവിച്ചതാണ്. ലിയ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ നിങ്ങളോട് ഞങ്ങൾ അവളെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? ശരിക്കും പറഞ്ഞാൽ അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ്. അതിൽ രാമേട്ടനും പെട്ടു. അവളുടെ ലക്ഷ്യം അതുതന്നെയായിരുന്നു, എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തെത്തുക എന്നത്. അതിലവൾ വിജയിച്ചു. അവൾ എപ്പോഴും അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് സ്വന്തമായതിനെ തട്ടിയെടുക്കുന്ന സ്വഭാവം. അതുമാത്രമല്ല, അവൾക്ക് പല ആണുങ്ങളുമായി ബന്ധമുണ്ട്. ഇല്ല, നിങ്ങൾ നുണ പറയുകയാണ്. ശ്രീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിനക്കെന്നല്ല, ആരും വിശ്വസിക്കുകയില്ല. എല്ലാവരുടെയും മുന്നിൽ അവൾ നല്ല കുട്ടിയാണ്. പക്ഷേ എനിക്കറിയാം അവളെ. അവൾ കോളേജിൽ പഠിക്കുമ്പോൾ സിദ്ധാർത്ഥ് രാമചന്ദ്രൻ എന്ന ആളുമായി പ്രണയത്തിലായിരുന്നു. അല്ല, പ്രണയിക്കുന്ന പോലെ അഭിനയിച്ചു. അവസാനം അവനെ ചതിച്ചു. അവൻ ആത്മഹത്യ ചെയ്തു. കോളേജിൽ നിന്നും അവളെ മുത്തശ്ശൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് അവൾ വിച്ചുവേട്ടൻ്റെ പിന്നാലെയായിരുന്നു. അവൾ തന്നെ മുത്തശ്ശനെ പറഞ്ഞു പറ്റിച്ചു. വിച്ചുവേട്ടൻ്റെയും അവളുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. മുത്തശ്ശനോട് ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അവൾ ഞങ്ങളെല്ലാവരെയും മുത്തശ്ശൻ്റെ ശത്രുക്കളാക്കി. മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചപ്പോൾ അവൾ തന്നെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തിയത്. അത് കഴിഞ്ഞതും അവൾ വീട്ടിൽ നിന്നിറങ്ങി. പക്ഷേ രാമേട്ടൻ അവളുടെ അമ്മാവനാണ് എന്നും അവർ വലിയ ആൾക്കാരാണ് എന്നും അറിഞ്ഞുകൊണ്ട് അവൾ രാമേട്ടൻ്റെ കൂടെ പോകുന്നത്. ഇനി അവളെ ലക്ഷ്യം കാശിയായിരിക്കും. ഡേവിയെ അവൾ സ്വന്തമാക്കി എല്ലാവരെയും കൊണ്ട് ലിയയെ വെറുപ്പിച്ച്. ഇത്രയും പറഞ്ഞ് അവൾ ലിയയെ നോക്കി. ലിയ ഞെട്ടി നിൽക്കുകയാണ്. അവളുടെ ചെവിയിൽ ഒരു പേര് മാത്രം മുഴങ്ങി നിന്നു.
സിദ്ധാർത്ഥ് രാമചന്ദ്രൻ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല, ലിയ അവരെ നോക്കി പറഞ്ഞു. ഞങ്ങൾക്കറിയാം ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല എന്ന്. അതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ് അവർ അവരുടെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തു. ഫോണിലുള്ളത് കണ്ടതും ലിയ ഞെട്ടി. സിദ്ധുവും ശ്രീയും. നിനക്കറിയുമോ? ഇവനെ ലച്ചു സിദ്ധുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലിയയോട് ചോദിച്ചു. കാശിയേട്ടൻ്റെ അനിയനാണ്, അവൾ ഫോണിൽ കാണുന്ന ചെറുപ്പക്കാരനെ നോക്കി പറഞ്ഞു. അപ്പോൾ സിദ്ധു മരിക്കാൻ കാരണം ശ്രീയാണോ? ശ്രീഭദ്രയും അവളുടെ കാമുകനായ അർജുനുമാണ് എന്ന് പറഞ്ഞവർ വേറെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതിലും ശ്രീയും വേറൊരു ചെറുപ്പക്കാരനുമായിരുന്നു. അവർ ബീച്ചിൽ പോയതും വെള്ളത്തിൽ കളിക്കുന്നതും അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അർജുൻ ശ്രീയുടെ നെറ്റിയിൽ ചുംബിക്കുന്നതുമായിരുന്നു ആ ഫോട്ടോയിൽ. പിന്നെ ഉള്ളതിൽ ശ്രീയുടെയും അർജുൻ്റെയും മോർഫ് ചെയ്ത ഫോട്ടോയുമായിരുന്നു. ഒരിക്കലും അത് മോർഫ് ചെയ്തതാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഫോട്ടോ ആയിരുന്നു അത്. അതെല്ലാം കണ്ട് ലിയക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. ഇല്ല, അവളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ സിദ്ധു അനുഭവിച്ചതിനും എൻ്റെ സുമമ്മ കരഞ്ഞു കണ്ണീര് തീർത്തതിനും ഞാൻ അവളെ വെറുതെ വിടില്ല. ഇപ്പോൾ തന്നെ ഈ ചായൻ്റെ അടുത്തും കാശിയേട്ടൻ്റെ അടുത്തും എല്ലാതും പറയണം. അല്ലു, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ലിയ പോവാൻ നിന്നതും അൽഫി അവളെ പിടിച്ചു. നമ്മൾ പറഞ്ഞ അവർ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ ലിയ നിനക്ക്? ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം ശ്രീഭദ്ര എല്ലാവരുടെയും അടുത്ത് ഇവരെ പറ്റി മോശമായി ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തു ചെയ്യുമല്ലോ? എൻ്റെ ഇച്ചായൻ്റെ ജീവിതം നശിച്ചോട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും അല്ല ലിയ, നീ ഒന്നിലും നിൽക്കണ്ട. ഞാൻ നിനക്ക് വേണ്ടി നിന്റെ ഇച്ചായൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിവാക്കി തരാം. അത് പറഞ്ഞ ആൽഫിയ ലക്ഷ്മിയെ നോക്കി ചിരിച്ചു. ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് ശ്രീയും ഡെവിയും വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ അല്ലവും ലിയയും നിൽക്കുന്നുണ്ടായിരുന്നു. ഡെവി ഒരു ഫോണ് വന്നതുകൊണ്ട് പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ ശ്രീ ലിയയുടെ അടുത്ത് വന്നു. ലിയ ശ്രീയെ കണ്ടതും ലക്ഷ്മി പറഞ്ഞതോർത്തു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴേക്കും ആൽഫി അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണടച്ച് കാണിച്ചു. ഓഫീസിലെ ജോലിയും കുറച്ച് ദിവസവുമായി ഭയങ്കര ക്ഷീണവുമാണ് ശ്രീക്ക്. അവൾ ലിയയെയും അല്ലുവിനെയും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് കയറിപ്പോയി. അതുകൂടി കണ്ടതും ലിയ അവർ പറഞ്ഞത് സത്യമാണ് എന്ന് വിചാരിച്ചു. ശ്രീമുറിയിലേക്ക് കയറിയതും അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അവൾ പെട്ടെന്ന് ബെഡിലിരുന്നു. അവൾ വേഗം കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. പിന്നെ വയറിൽ നിന്നും സാരി മാറ്റി. അമ്മയുടെ കുഞ്ഞു വന്നോ എന്ന് പറഞ്ഞവൾ വയറിൽ തഴുകി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. നാളെ പോയി നോക്കാം, അതുവരെ ആരും അറിയണ്ട. പെട്ടെന്ന് അവളെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. എന്താണ് ഭദ്രമേടത്തിനൊരു ആലോചന? ഒന്നുമില്ല ഈച്ചായ, ഞാൻ ചുമ്മാ നിന്നതാണ് എന്ന് പറഞ്ഞ് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുള്ള ആദ്യത്തെ ചുംബനം. എന്താണ്, നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഒരുപാട് സന്തോഷത്തിലാണ്. എങ്കിൽ പിന്നെ ഞാനും കൂടെ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞവൻ അവളുടെ ആദരങ്ങൾ കവരാൻ നിന്നതും അവൾ വേഗം പിന്നിലേക്ക് മാറി. അതെ, നാളെ ഇച്ചായനൊരു സർപ്രൈസ് ഉണ്ട്. ഇച്ചായനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം ഞാൻ ഇച്ചായനോട് പറയും. ഇപ്പോൾ പറ എന്നോട്. ഇല്ല, നാളെ പറയാം എന്ന് പറഞ്ഞവൾ ഫ്രഷ് ആവാൻ പോയി. രാത്രി ഭക്ഷണവും അവൾ ശരിക്ക് കഴിച്ചില്ല. അകത്തിരിക്കുന്ന ആൾക്ക് വല്ലാതെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവൾ ഡെവിയുടെ നെഞ്ചിൽ കിടന്നു. നാളെ നടക്കാൻ പോകുന്ന കാര്യം ആലോചിച്ച് അവൾ സന്തോഷത്തിലായിരുന്നു. ഡെവിയും അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. ഇനിയൊരിക്കലും തങ്ങൾക്ക് പരസ്പരം ഹൃദയതാളം കേട്ടുകിടക്കാൻ കഴിയില്ല എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. രാവിലെ ശ്രീ എണീറ്റപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് പതിവിലും കൂടുതലായിരുന്നു തോന്നി. അവൾ സന്തോഷം കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അവൾക്ക് അമ്പലത്തിൽ പോവാൻ തോന്നി. ആശുപത്രിയിൽ പോയി വരുമ്പോൾ അമ്പലത്തിൽ പോവാമെന്ന് കരുതി അവൾ താഴേക്കിറങ്ങി. മേരിയോട് താൻ അമ്പലത്തിൽ പോവുകയാണ് എന്ന് പറഞ്ഞു പോയി. അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്ത് ലിയയും ആൽഫിയയും ഇരിക്കുന്നുണ്ട്. അവൾ അവരോടൊന്ന് ചിരിച്ചുകൊണ്ട് പോവാൻ നിന്നതും ലിയ അവളുടെ അടുത്തേക്ക് നടന്നു. ശ്രീ, നീ എവിടേക്കാണ്? ലിയയുടെ പെട്ടെന്നുള്ള ചോദ്യമായിരുന്നത് കൊണ്ട് കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചു വന്നിരുന്ന ശ്രീ ഞെട്ടി ലിയയെ നോക്കി. അത് അമ്പലത്തിൽ പോവുകയാണ്, അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആണോ? എങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഒരു ഫയല് അനിലിൻ്റെ അടുത്ത് കൊടുക്കണം. അനിൽ അല്ലുവിൻ്റെയും കാശിയേട്ടൻ്റെയും മിച്ചുവിൻ്റെയും ഫ്രണ്ട്സാണ്. ഇന്നലെ കാശിയേട്ടൻ എന്നോട് കൊടുക്കാൻ പറഞ്ഞതാണ്, ഞാൻ മറന്നു. നീ ഒന്ന് കൊടുക്കുവോ? അതിനവൾ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് ഫയൽ വാങ്ങി. പോവാൻ നിന്നതും അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി വീഴാൻ പോയതും അവളെ ലിയ പിടിച്ചു.
എന്തു പറ്റി ശ്രീ, നോക്കി പോയി വരൂ. അതിനവൾ തലയാട്ടി. പിന്നെ പുറത്തേക്ക് പോയി. അത് കണ്ടുകൊണ്ടല്ലോ അവിടേക്ക് വന്നു. എന്തിനല്ലോ നീ സിദ്ധുവിനെ കൊന്നത് അവളാണ് എന്ന് ആരോടും പറയണ്ട എന്ന് പറഞ്ഞത്? അത് ലിയ, നമ്മളിപ്പോൾ സിദ്ധുവിൻ്റെ കാര്യം പറഞ്ഞ എല്ലാവർക്കും വിഷമമാവും. പിന്നെ അവളെ പുറത്താക്കി നമുക്ക് അതെല്ലാവരോടും പറയാം എന്ന് പറഞ്ഞല്ലോ ഫോണെടുത്ത് ആർക്കോ വിളിച്ച് സംസാരിച്ചു. ഡെവി എണീറ്റപ്പോൾ ശ്രീയെ കണ്ടില്ല. അവൻ താഴേക്ക് ചെന്നതും സോഫയിൽ തലയിൽ കൈവച്ച് കാശി ഇരിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് രാമച്ചനും പപ്പയും ഇരിക്കുന്നുണ്ട്. അവരുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ട്. സുമമ്മ കരഞ്ഞുകൊണ്ട് മമ്മിയുടെ തോളിൽ കിടക്കുന്നു. ലിയ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. അവൻ്റെ കണ്ണ് ശ്രീയെ തിരഞ്ഞു. പിന്നെ കാശിയുടെ അടുത്തേക്ക് പോയി. എന്തു പറ്റിയടാ, എന്തിനാ സുമമ്മ കരയുന്നത്? അതിനവൻ തല ഉയർത്തി നോക്കി. ഡെവിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എവിടെയാടാ നിന്റെ ഭദ്രം? വിളിക്കവളെ. എന്തിനാ എൻ്റെ കണ്ണനെ കൊന്നതെന്ന് ചോദിക്ക്. ഡാ, നീ എന്തൊക്കെയാ പറയുന്നത്? ഭദ്ര നമ്മുടെ കണ്ണനെ കൊന്നു എന്നോ? വെറുതെ പ്രാന്ത് പറയരുത് കാശി നീ. ഡെവി ദേഷ്യം കൊണ്ട് കാശിയെ തള്ളി മാറ്റി. ഇതാ നോക്ക്, ഇത് നിന്റെ ഭദ്ര തന്നെയല്ലേ എന്ന്. അതും പറഞ്ഞ് ലിയ ഫോണിൽ കാണിച്ചു കൊടുത്തത് കാശി ഡെവിക്ക് കാണിച്ചു കൊടുത്തു. ഡെവിയലിൻ്റെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് വീണു. ഭദ്ര, ഡേവിഡ് ഉച്ചത്തിൽ വിളിച്ചു. അവൾ ഇവിടെ ഇല്ലയിച്ചു. എവിടെ പോയി അവൾ? ഡെവി ദേഷ്യത്തിൽ നോക്കി. അവൻ്റെ ദേഷ്യത്തിൽ ലിയ പേടിച്ചു. അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ ഒരു വീഡിയോ വന്നിരുന്നു. അവൻ ഫോൺ എടുത്ത് നോക്കി. പിന്നെ പെട്ടെന്ന് അവൻ ഓഫീസ് മുറിയിലേക്ക് ഓടി.